आप लोग कैसे ठीक है ना? अभी आप लोग केरला में ना? अच्छा, केरला में आपको कैसे लगा? अच्छा लगा। आप लोग इसको क्या बोलता है ये काम को? ये कृषि कृषि मालूम है, कृषि है वो तो हमको भी मालूम है, लेकिन हम लोग का अपना बेंगलुरु में धान बोलता है। दान जी, ये दान का काम आपको अच्छा लगता है क्या? अच्छा लगता है। इधर देखो, मैं भी थोड़ा कटिंग कर रहा हूँ। थोड़ा कटिंग करके दिखा रहे हैं। मेरा एक्सपीरियंस बहुत अच्छा नहीं थोड़ा हाथ दे के हाथ दे के करें अच्छा है। ഓക്കെ ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് പറയുന്നത്. പ്രിയപ്പെട്ട आपका डायरेक्टर आप इधर रख दीजिए। ओके सर, आपका काम करो तो ठीक है। अच्छा, आपका नाम क्या है जी? सही वाली सही वाली कहाँ रहने वाले? बंगाल, बंगाल का बंगाल का बेटा बंगाल का बांग्लादेश है कलकत्ता। आप मिलो, आपका नाम क्या है? मोहम्मद शाहजहां। मुख दिखा हमको, मुख दिखा, पीछे कैसे दिखाएगा? शाहजहां। शाहजहां, शाहजहां अच्छा है ना? अच्छा है। उसका आपका भाई साहब अली 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 कैसा लगा? पूरा कलकत्ता का आदमी है ना? हमको बांग्लादेश का आदमी नहीं बनता है, अपने आदमी बन गया, अपने आदमी कलकत्ता का बंगाल का नहीं पूरा बंगाल का। अच्छा अच्छा, पश्चिम बंगाल का। पश्चिम बंगाल का। ओके ओके ओके, आपको अच्छा लगा ना अपना मुल्क? आपका मुल्क का जैसा ना मेरा मुल्क भी सेम है। आपको किसी को मलयाളം मालूम है? सबको मലയാളം മാലൂം मालूम है। അതെ, നമ്മളെ നാട്, ഞങ്ങളുടെ നാട് നന്നായി ഇഷ്ടപ്പെട്ടു. കൊള്ളാം അല്ലേ? അല്ലേ? കൊള്ളാമല്ലോ, നല്ലതല്ലേ? इतना मान ले हिंदी से बात करो। अच्छा, आप दान का काम आप लोग करता है, लेकिन इसका वो पहले का काम है, अभी तो ये पक्का हो गया। पक्का वाला तो पहले का काम है ना, वो भी करता है ना आप लोग? वो भी करता है लगाने का टाइम हम लोग इधर लगाए। लगाने का टाइम. अच्छा 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 अच्छा, ഓക്കെ. മറ്റൊന്നുമില്ല ഞാൻ ചോദിച്ചത്, നാട് ഇവിടാണ്, കൽക്കട്ടയാണ്, ബംഗ്ലാദേശൊന്നുമല്ല, കൽക്കട്ട നിവാസികളാണ്. ഇവിടെ ഒമേരിൽ തന്നെയാണ് താമസവും. ഇവർക്ക് വളരെ ഇഷ്ടമാണ് ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ജീവിതവും നമ്മുടെ നാട്ടുകാരും എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ സാധാരണമായ മനുഷ്യരാണ്, കർഷകരാണ്. അവരും നാട്ടിലും അവർ നാട്ടിൽ ഈ വർക്ക് ഈ പണി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കിട്ടിയാൽ പുണ്യം തന്നെ പറയാം. കാരണം ഇപ്പം നമ്മളെ പിള്ളേർക്ക് വയ്യല്ലോ, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കിട്ടിയ പുണ്യം തന്നെയാണ് ഇങ്ങനെ ആൾക്കാർ വന്ന് നമ്മളോട് ജോലി ചെയ്യുന്നു. നമുക്കൊരു ആശ്വാസമാണ്. നമ്മുടെ വിളനിലകൾ ഇനിയും നശിച്ചു പോകാതെ സൂക്ഷിക്കാൻ നമുക്ക് ഇനിയും സാധിക്കട്ടെ. ഇത്തരത്തിൽ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ചെയ്തു കൊടുക്കണം. കാരണം വേറൊന്നുമല്ല, കർഷകർക്ക് നമ്മൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ പണിയെ പോയി ഞാൻ പറയുന്നത് ട്രഡീഷണൽ വർക്കോ അല്ലെങ്കിൽ ഒരു ട്രേഡ് വർക്കിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത് ഈ നിലത്തിലെ പണി ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇവർ നമ്മൾ ആളെ കിട്ടിയേ പറ്റൂ. അതുകൊണ്ട് ഇവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. വളരെ സന്തോഷം, വളരെ എനിക്ക് അധികം സന്തോഷം. എനിക്ക് ഇവിടുന്ന് കയറാൻ തോന്നുന്നില്ല. ഇവര് കൊയ്യണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ ശാരീരിക അവസ്ഥ എന്നെ അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടും വളരെ സന്തോഷമുണ്ട് ഈ പാടശേഖരത്തിനകത്ത് ഉള്ളിൽ വന്നതുകൊണ്ട് ഇവരുടെ വർക്കങ്ങളെ കാണുമ്പോഴത്തേക്ക് ഇതിനുള്ള അധികം സന്തോഷം. അത് നമ്മളെ നിന്ന് കൊയ്ത്തുത്സവം മഹോത്സവം നടക്കുകയാണ്. അങ്ങോട്ട് ഞങ്ങൾ പോകാൻ. ഇത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഇവരെ എടുക്കുന്നതിന് വേണ്ടി ഇവിടെ വെട്ടാനുള്ളതിന് വന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഓക്കെ, ബൈ 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 ലോക് ബൈ ബൈ. അപ്പൊ खाना पीना सब मिला ना? जी मिला. ഇവർക്ക് ആഹാരം കിട്ടിയതാണ് ഞാൻ ചോദിച്ചെല്ലാം കിട്ടിയിട്ടുണ്ടോ? ഓക്കെയാണ്. आपका മാലിക് अच्छा है ना? अच्छा है. अच्छा है. മുതലാളി വളരെ നല്ലവരാണ്, നല്ല രീതിയിലൊക്കെ നോക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. എന്താ കുടിവെള്ളമൊക്കെ എത്തി. ഈ വെയിൽ വരുന്ന വെയിലത്ത് കണ്ണോ കഷ്ടപ്പാടുകൾ ദൈവമേ, ഇവർ മറ്റുള്ളവർ മനസ്സിലാക്കണം. ഒരു കർഷകന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. എന്താ വെള്ളമാണ്, കുടിവെള്ളമാണ്. നോക്കിക്ക്, പൊടി വീണാലും അഴുക്ക് വീണാലും ഞങ്ങൾ ഇതിന് പ്രാവശ്യം കുടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി കുടിക്കുകയാണ്. നോക്കിക്ക്, ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോവുകയാണ്. ഞാൻ വെള്ളം എടുത്തുകൊണ്ട് പാർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ അല്പം മാത്രം ഇവിടുന്ന് അവിടെ കൊയ്യുന്ന സഹോദരന്മാരൊന്നും കൊയ്തെടുത്ത് വരെ പോയിട്ടുള്ളൂ. ഇത്രയധികം ആർത്തിയും വിഷമമുള്ള ലാഭം തുടങ്ങിയെങ്കിൽ ഇവരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണ്ടേ? ദൈവം നമുക്ക് എന്താ പറയണ്ടേ, കർഷകൻ ദൈവമാണ്. അവരാഗ്രഹത്തിന്റെ വെള്ളം കാണാൻ ഓരോ കർഷകരെയും വയൽക്കിടന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും ഞങ്ങളൊക്കെ ഒരുപാട് കർഷകരാണ് വയൽക്കിടന്ന് പണി ചെയ്തവരാ. അതിന്റെ വിഷമം വേദന അറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ രാജു എന്നെ വിളിച്ചപ്പോഴത്തേക്ക് അധികം സന്തോഷം തോന്നിയത്.
അവിടെ വേഗം എല്ലാവർക്കും സന്തോഷം പറ്റും. കാരണം വരട്ടെ, എല്ലാവരും വയലിലേക്ക് ഇറങ്ങണം. വയൽ നമ്മളാ വയലിൽ നിന്നാണ് നമുക്ക് ജീവനുള്ളത്. ജീവൻ എടുക്കണേ വയലിൽ തന്നെ വേണം. ഓക്കെ, വെള്ളം കുടിച്ചിട്ട് അവിടെ കറ്റ എടുക്കുന്ന അതിന്റെ വെയിറ്റും ഒക്കെ ഒരാൾ പൊക്കി കൊടുക്കണം. അത്രത്തോളം വെയിറ്റ് ഉണ്ട്. ഇത് എത്ര കറ്റ ഉണ്ടാവും ചേട്ടാ? ഇത് ഒരു കറ്റ ഒരു പിടിക്കാണ് കറ്റ എന്ന് പറയുന്നത്. എനിക്കറിയാം, ഞാൻ ഒരുപാട് ചോദ്യമുള്ളതാ. നമ്മളെ ഇതിന്റെ ബുദ്ധിമുട്ട് പെരയൊക്കെ മിന്നി പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് അങ്ങനെ അതെ പെണ്ണിതായി പോവും. ഓക്കെ, ചെടി ആ ചെടി ഞാൻ നടന്നു പോകുന്ന ചെടി നോർത്തു നോക്കുക. അതിലേക്കുള്ള കറ്റയിൽ ആ സമകരം, ആ ആസനപരമായ, അതായത് ഇതൊക്കെ പറയുന്നതാണ്. വാക്കുകളൊന്നുമില്ല കണ്ടെത്താനില്ലേ. ആ വാക്കുകളൊക്കെ അതീതമാണ് ഒരു വാക്കിനേക്കാളും. ചെരുപ്പ് ഇടാൻ പറ്റില്ല. ചെരുപ്പിടാൻ നമ്മൾ അതിന് പറ്റില്ല, അത് സ്ലിപ്പായി വീഴും. അതുകൊണ്ട് രണ്ടത് പൊതിഞ്ഞിരിക്കും. ആ ചെടിയിലും വെള്ളത്തിൽ കൂടെ ഒക്കെ പോകുന്ന നോക്കിക്കോ കറ്റയും കിട്ടിക്കൊണ്ട്. അതിൽ എനിക്ക് വേണ്ടി 10-12 കറ്റയാണ്. 12 കെട്ട് 12 ഒറ്റ കെട്ടിനകത്ത് 12 കറ്റ പോലെ വെച്ചിട്ട് പിടികൾ കെട്ടിയാണ് കൊണ്ടുപോകുന്നത്. ഇതെന്താ ഒരു തലമുറ കണ്ട് മനസ്സിലാക്കണം. ഇത്രയും സാഹസപ്പെട്ട് ബുദ്ധിമുട്ടാണ് നമ്മൾ അരി ഉണ്ടാക്കുന്നത്, അരി കഴിക്കുന്നത്. അരി നമ്മൾ കടയിൽ കിട്ടുന്നതിനാണെങ്കിൽ നെല്ല് വേണം. നെല്ല് വിളയിച്ചെടുക്കുന്നതിൻ്റെ പ്രയാസവും പാടും. അതിന് അരി ആകണമെങ്കിൽ ഇവിടുന്ന് കയറി പിന്നെ അത് മറ്റൊരു ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. എല്ലാം കഴിഞ്ഞ് വേണം അരിയാക്കി നമ്മുടെ മേശപ്പുറത്ത് വരാൻ, ചോറായി വരാൻ. അപ്പോൾ അതുകൊണ്ട് ഓരോ അരിക്കും അതിനെ വില കൽപ്പിക്കണം പ്രിയപ്പെട്ടവരെ എന്നോട് ഇത്ര ഞാൻ ബോധിപ്പിക്കുകയാണ്, വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. तुम्हारा आदमी लोगों का काम करता है ना, करता है बैंक काट के रहता है, उसको भी बात करने के लिए गया था। सही बात हो गया। अच्छा बात है। लोग काम का इतना मुश्किल काम है, कितना मुश्किल काम है ये मुझे मालूम है, लेकिन अभी का आदमी को लोग मालूम नहीं है। ये बताने के लिए हम लोग गए। अभी का आदमी के लोग मालूम नहीं है. അപ്പൊ ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ കൃഷിയുടെ ബുദ്ധിമുട്ട് അറിയത്തില്ല. അതാണ് പോയി ചോദിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതാണ് രീതിയിൽ പറഞ്ഞു. അവിടെ എല്ലാവർക്കും നമസ്കാരം.